ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ജുലീനാസ് കിച്ചൺ. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ബ്രെഡ് കൊണ്ട് ഒരു അടിപൊളി സ്നാക്കാണ്. വളരെ സിമ്പിളായി തയ്യാറാക്കാവുന്ന ആ സ്നാക്ക് എങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്ന് നോക്കാം. ഞാനിവിടെ 6 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ബൗളിലേക്ക് ഇതിങ്ങനെ ചെറുതായി മുറിച്ചിടാം. കൈ കൊണ്ട് തന്നെ ഇട്ടാൽ മതി കേട്ടോ. ഇപ്പോൾ ഞാനിത് ചെറുതായി മുറിച്ചിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഒരു സവാള അരിഞ്ഞെടുത്തതാട്ടോ. ഇനി ഇതിലേക്ക് ഒരു ചെറിയ ക്യാപ്സിക്കം മീഡിയം സൈസ് അരിഞ്ഞതിട്ട് കൊടുക്കാം. അതോടൊപ്പം തന്നെ എരിവിന് ആവശ്യമായ മുളക് ഒരു 3 എണ്ണം ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട് ചെറുതായിട്ട്, അതിട്ട് കൊടുക്കാം. പിന്നെ കറിവേപ്പില ചെറുതായി അരിഞ്ഞത് അതിട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് ഒരു 4 ടേബിൾ സ്പൂൺ കടലമാവ്, അതോടൊപ്പം തന്നെ ആവശ്യമായ ഉപ്പ്. ഇനി ഇതിലേക്ക് അവസാനമായി 1/2 ടീസ്പൂൺ ഗരം മസാലയും 1 ടീസ്പൂൺ പെരുംജീരകം പൊടിച്ചതും കൂടി ചേർക്കാം. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ നന്നായി ഒന്ന് ഉടച്ചെടുക്കണം. ഈ ബ്രെഡ് പീസസ് ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് നന്നായിട്ട് ഉടഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. ഇപ്പോൾ ഞാൻ നന്നായി കുഴച്ചെടുത്തു. ഇനി ഇതിലേക്ക് നമുക്ക് അല്പം വെള്ളം ആഡ് ചെയ്യാം. അധികം വേണ്ട കേട്ടോ, കുറച്ച് മതി. എന്നിട്ട് ഒന്നും കൂടെ ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാൻ നന്നായി കുഴച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ടോ, ഇതുപോലെയാണ് വേണ്ടത്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ പറയട്ടെ. ഞാൻ ഇതിലേക്ക് 1/2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്തിട്ടുണ്ടായിരുന്നു. അത് ക്യാമറയിൽ പെട്ടിട്ടില്ല. അപ്പോൾ നിങ്ങൾ മിക്സ് ചെയ്യുമ്പോൾ അതുകൂടെ ചേർക്കാൻ ഓർക്കണം കേട്ടോ. ഇപ്പോൾ ഞാനൊരു പാൻ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഫ്രൈ ചെയ്യുന്നതിന് ആവശ്യമായ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഓയിൽ ഹീറ്റായിട്ടുണ്ട്. ഹൈ ഫ്ലെയിമിൽ നിങ്ങൾ വെക്കരുത് കേട്ടോ, ഇത് ബ്രെഡ് ആയതുകൊണ്ട് വേഗം കരിഞ്ഞു പോകും. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഇനി നമുക്ക് കൈകൊണ്ട് ചെറിയ ചെറിയ ഉരുളകളെല്ലാം ഇങ്ങനെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഷേപ്പൊന്നും അങ്ങനെ നോക്കേണ്ട ആവശ്യമില്ല കേട്ടോ, അങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. ഇപ്പോൾ ഒരു വശം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ എല്ലാം നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഓയിലിൽ നിന്നും ഇതെടുത്തു മാറ്റാം. കണ്ടോ? ഇനി നമുക്ക് അതുപോലെ തന്നെ ബാക്കിയുള്ളതും ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ എല്ലാം ഫ്രൈ ചെയ്ത് കഴിഞ്ഞു. അങ്ങനെ നമ്മുടെ ബ്രെഡ് പക്കോട റെഡിയായി. ഇനി നമുക്കിത് ഒരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. നിങ്ങൾ ആദ്യമായാണ് ജുലീനാസ് കിച്ചൺ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അങ്ങനെ നമ്മൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബ്രെഡ് പക്കോട തയ്യാറാക്കി കഴിഞ്ഞു. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്നതല്ലേ. അപ്പോൾ നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം. അപ്പോൾ നമുക്ക് മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.